മുസ്ലിം ലീഗിന്റെ മുതിർന്ന നേതാവ് ശ്രീ കെ.പി.എ. മജീദാണ് ഈ ഒരു ഘട്ടത്തിൽ നമ്മളോടൊപ്പം ചേരുന്നത്. തിരുവങ്ങാടി എം.എൽ.എ. കൂടിയ അദ്ദേഹത്തോട് നമുക്ക് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ തന്നെ ചോദിക്കാം. എങ്ങനെയാണ് ഇത്തവണത്തെ പ്രതീക്ഷകൾ യു.ഡി.എഫിനെ സംബന്ധിച്ച്? യു.ഡി.എഫിനെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ തവണ 20 കിട്ടിയതാണ്. വല്ല മോശമല്ലാത്ത രീതിയിൽ അതേ ഒരു റിസൾട്ട് വരുമെന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. ഞങ്ങളുടെ ഒരു വിലയിരുത്തലും അതനുസരിച്ചുള്ള ഒരുക്കങ്ങളുമാണ് ഞങ്ങൾ നടക്കുന്നത്. അതുകൊണ്ട് 20 കിട്ടണം എന്നുള്ളതാണ് ഞങ്ങളുടെ ഒരു പ്രതീക്ഷ. കഴിഞ്ഞ തവണ നഷ്ടപ്പെട്ടെങ്കിലും ഇത്തവണ അത് കൂടി ലഭ്യമാകും എന്നുള്ള പ്രതീക്ഷയാണ് നമുക്കുള്ളത്. ഈ ദേശീയ തലത്തിൽ BJP വിരുദ്ധ മനോഭാവം എങ്ങനെ ജനങ്ങൾക്കുണ്ടോ? ആ നിലയിൽ അത് പ്രതിഫലിക്കുകയാണെങ്കിൽ അത് യു.ഡി.എഫിനൊക്കെ തന്നെ നേട്ടമാവില്ലേ? അല്ല, അത് തീർച്ചയായിട്ടും. കാരണം ഇന്നലത്തെ സംഭവത്തോടു കൂടി ജനങ്ങൾക്കിടയിൽ വലിയ ഭീതിയും ആശങ്കയുണ്ട്. കാരണം ഒരു മുഖ്യമന്ത്രിയെ തന്നെ തിരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ച ശേഷം അറസ്റ്റ് ചെയ്യുകയാണ്. അതുമാത്രമല്ല, എല്ലാ പ്രതിപക്ഷ കക്ഷിയിലെ പ്രമുഖരുടെ പേരിലൊക്കെ അന്വേഷണം നടക്കുകയാണ്. ED ആയിട്ടും CBI ആയിട്ടും ടാക്സ് ഡിപ്പാർട്ട്മെൻറ്റ് നടക്കുകയാണ്. അതേസമയത്ത് ഒറ്റ BJP-കാരുടെ പേര് നടപടിയില്ല. അപ്പോൾ വളരെ ഏകപക്ഷീയമായി ഇവിടെ സംഗതി നടക്കുന്നൊന്നും തിരഞ്ഞെടുപ്പ് ഒരിക്കലും നീതിപൂർവമാകുമോ എന്ന ആശങ്ക ജനങ്ങൾക്കുള്ളുണ്ട്. ഇന്നലത്തെ സംഭവത്തോടു കൂടി ജനങ്ങൾക്ക് തന്നെ അതിനനുസരിച്ചൊരു മാറ്റമുണ്ട്. അത് UDF-ന് അനുകൂലമായിരിക്കും എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഈ മലപ്പുറം ജില്ലയിലേക്ക് എത്തുമ്പോൾ പൊന്നാനി ലോക്സഭാ മണ്ഡലം LDF ഒരു പ്രതീക്ഷ വെച്ച് പുലർത്തുന്നുണ്ട്. നേരത്തെ മുസ്ലിം ലീഗിൽ അങ്ങയോടൊപ്പം പ്രവർത്തിച്ചിരുന്ന വ്യക്തിയാണ് LDF-ന് വേണ്ടി അവിടെ മത്സരാർത്ഥിയായിട്ട് രംഗത്ത് ഉള്ളത്. എങ്ങനെയാണ് പൊന്നാനി ലോക്സഭാ മണ്ഡലത്തെ വിലയിരുത്തുന്നത്? അതായത് പൊന്നാനി ലോക്സഭയിലെ ഈ ആശങ്ക എല്ലാ കാലത്തും പറയുന്നതാണ്. അത് ആ ആശങ്ക പറയാത്തൊരു കാലം ഉണ്ടായില്ല. പക്ഷേ എല്ലാ പരീക്ഷണവും നടത്തിയിട്ട് അവർക്ക് പരാജയപ്പെട്ടിട്ടുണ്ട്. കാരണം പ്രഗത്ഭരായിട്ടുള്ള ആളുകളെ UDF-ൻ്റെ ഭാഗത്തുള്ള ആൾക്ക് കൊണ്ടുവന്ന് പരീക്ഷയുണ്ട്. അവരെ സ്വന്തം ചിഹ്നത്തിൽ നിർത്തി നോക്കിയിട്ടുണ്ട്. കാരണം സ്വന്തനാകുമ്പോൾ എല്ലാവർക്കും വോട്ട് ചെയ്യാൻ സൗകര്യമാണെന്നാണ് അവരുടെ വകുപ്പ്. അതെല്ലാം നടത്തി പരാജയപ്പെട്ട ശേഷമാണ് ഇപ്പോഴും ഒരു പരീക്ഷണം നടത്തുന്നത്. ആ പരീക്ഷണം അസ്ഥാനത്തായിരിക്കുമെന്ന് മാത്രമല്ല, ആ സ്ഥാനാർത്ഥി വരുന്നതോടുകൂടി മുസ്ലിം ലീഗ് പാർട്ടി പ്രവർത്തകന്മാർക്കിടയിൽ കൂടുതൽ വേറും വാശി വന്നതായിട്ടാണ് ഞങ്ങളുടെ അനുഭവം. അതുകൊണ്ട് പൊന്നാനി നിയോജക മണ്ഡലത്തിൽ പാർലമെൻറ്റ് മണ്ഡലത്തിൽ ഒരിക്കലും LDF-ന് ഒരു അനുകൂലമായിട്ടുള്ള വിധി ഉണ്ടാകാൻ വളരെ പ്രയാസകരമാണ്. അതുണ്ടാവില്ലെന്ന് തന്നെയാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത്. ഈ സ്ഥാനാർത്ഥി തന്നെ ഒരു ഘട്ടത്തിൽ പറഞ്ഞിരുന്നു, E.T. മുഹമ്മദ് ബഷീർ അവിടെ മത്സരിക്കുകയാണെങ്കിൽ അയാൾ അവിടെ മത്സരിക്കില്ല എന്ന രീതിയിൽ പാർട്ടിയോട് പറഞ്ഞിരുന്നത് KS ഹംസ സൂചിപ്പിച്ചിരുന്നു. അപ്പോൾ അതിനെതിരെ ഉയർന്നൊരു ആരോപണം ഇപ്പോഴും അയാൾക്ക് ഈ മുസ്ലിം ലീഗുമായൊക്കെ ബന്ധമുണ്ട്, അവർ ഇവരെ ലഭിക്കുന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ്, അല്ലെങ്കിൽ CPM ലീഗ് ധാരണ പ്രകാരമാണ് മലപ്പുറത്തും പൊന്നാനിയിലെ ഇലക്ഷൻ നടന്നത് ഒരു ആരോപണം ഉയർന്നിരുന്നു. അദ്ദേഹം അങ്ങനെ ഒരു വെളിപ്പെടുത്തൽ നടത്തിയ സാഹചര്യത്തിൽ അതിനെങ്ങനെയാണ്? അദ്ദേഹത്തിൻ്റെ വെളിപ്പെടുത്തൽ അദ്ദേഹമാണ് പറയേണ്ടത്. കാരണം പാർട്ടിൻ്റെ അകത്ത് അങ്ങനെ ഒരു ഡിസ്കഷനേ ഉണ്ടായിട്ടില്ലല്ലോ. അദ്ദേഹം വളരെ മുമ്പേനെ പാർട്ടിൻ്റെ സംവിധാനത്തിൽ നിന്ന് പുറത്ത് നിൽക്കുകയാണ്. പിന്നെ അദ്ദേഹം കൂടെ പങ്കെടുക്കുന്ന യോഗമോ കാര്യങ്ങളൊന്നും ഇതുവരെ ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് അദ്ദേഹം എന്ത് പറഞ്ഞുള്ളത് അദ്ദേഹം തന്നെയാണ് വിശദീകരിക്കേണ്ടത്. ഈ ഹൈദരലി തങ്ങളെ ഉൾപ്പെടെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട്, അദ്ദേഹത്തെ ED ചോദ്യം ചെയ്ത് ഉൾപ്പെടെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് അതിൽ ലീഗിലെ ചില ഉന്നതരായിരുന്നു എന്നൊരു ആരോപണമൊക്കെ ഉന്നയിച്ചുകൊണ്ടാണ് പ്രചാരണത്തിൽ ഉൾപ്പെടെ ആ വിഷയങ്ങളാണ് ഉയർത്തിക്കാട്ടുന്നത്. സ്വാഭാവികമായും ഒരു ലീഗിന് തിരിച്ചടിയാകും. അതിനൊക്കെ എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? ഈ ആക്ഷേപാരോപണമൊക്കെ നേരത്തെ വന്നതാണ്. അതിനൊക്കെ നമ്മൾ മറുപടി പറഞ്ഞതാണ്. ആ മറുപടി എന്ന കൂട്ടത്തിലെ ഈ സ്ഥാനാർത്ഥി ഉണ്ടായിരുന്നു. അപ്പോൾ അതൊന്നും കാര്യമില്ല. കാരണം അന്ന് എന്തൊക്കെയാണ് പറഞ്ഞത് വെച്ചെങ്കിൽ ഇപ്പം താരതമ്യപ്പെടുത്തുമ്പോൾ അത് കൗതുകരമായിരിക്കും. അതിലൊന്നും അസ്ഥാനത്താണ്. കാരണം അതൊന്നും ജനങ്ങൾക്ക് വോട്ടർ വഴി ഏശുന്ന കാര്യമല്ല. ഇത് രാഷ്ട്രീയമായിട്ട് തിരഞ്ഞെടുപ്പാണല്ലോ. ഇത് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ജനാധിപത്യം, തെരഞ്ഞെടുപ്പും സംവിധാനം, ഭരണഘടനയൊക്കെ നിലനിൽക്കണമോ ഇല്ലയോ എന്ന് തീരുമാനിക്കാൻ തെരഞ്ഞെടുപ്പാണ്. പ്രാദേശികമായിട്ട് ഇത്രയും ചെറിയ ചെറിയ വിഷയങ്ങളെല്ലാം ഡിസ്കഷൻ ഇത് വളരെ പ്രധാനമാണ്, വളരെ ഗൗരവമാണ്. ആ രീതിയിലാണ് ഇന്ത്യ മുന്നണിയും കോൺഗ്രസും UDF-നെ കാണുന്നത്. ഈ CPM ഉൾപ്പെടെയുള്ള സംഘടനകൾ പ്രചാരണത്തിന് മറ്റുപയോഗിക്കുന്ന മറ്റൊരു കാര്യമെന്ന് പറയുന്നത്, സമസ്ത ഉൾപ്പെടെയുള്ള സമുദായ സംഘടനകൾ മുസ്ലിം ലീഗിൻ്റെ പല ഇടപെടലുകളിലും അവരെ സംബന്ധിച്ച് പ്രതിസന്ധി ഉണ്ടാക്കുന്നുണ്ട്. അവർക്ക് അതിൽ കൃത്യമായ അതൃപ്തിയുണ്ട്. അത് തെരഞ്ഞെടുപ്പിൽ അവർക്ക് നേട്ടമുണ്ടാക്കുന്ന പറയുന്നത് എങ്ങനെ വിലയിരുത്തുന്നത്? സമസ്ത ഉൾപ്പെടെയുള്ള സംഘടനകളുടെ പിന്തുണ മുസ്ലിം ലീഗിന് തന്നെ ലഭിക്കുമെന്ന് പറയാൻ? സമസ്ത എല്ലാ കാലത്തും സ്വീകരിച്ച നിലപാടാണ് അവർ എടുക്കുന്നത്. കാരണം ഒരു മാറ്റമില്ല. ലീഗുമായി അവർക്ക് എന്തെങ്കിലും കാര്യത്തിൽ ഒരു അസ്വാരസ്യം ഇപ്പം നിലനിൽക്കുന്നേ ഇല്ല. അത് ചില ആൾക്കാരൊക്കെ പടച്ചുണ്ടാക്കുന്ന കാര്യങ്ങളാണ്. അടിസ്ഥാനപരമായി യാതൊരു ഭിന്നിപ്പും ഇല്ലെന്ന് മാത്രമല്ല, പാണക്കാട് തങ്ങന്മാരില്ലാത്ത സമസ്തല്ലല്ലോ. അത് അവർക്കും അറിയാം. എല്ലാ കമ്മിറ്റിയിലും എല്ലാ പരിപാടികളിലും പാണക്കാട് തങ്ങന്മാരുണ്ട്, സമസ്ത നേതാക്കന്മാരെല്ലാവരുണ്ട്. അങ്ങനെ ഒരു ഭിന്നിപ്പോ ഒരു അസ്വാരസ്യമോ ഒരു വോട്ട് മറിച്ച് ചെയ്യേണ്ട ഒരു സാഹചര്യങ്ങളൊന്നും ഇപ്പം നിലവില്ല. ഈ സംസ്ഥയുടെ തന്നെ മുഷാവറംഗമായ ഉമർ ഫൈസി മുക്കപ്പ് തെരഞ്ഞെടുപ്പെടുത്ത സാഹചര്യത്തിൽ ഒരു പ്രസ്താവന നടത്തിയത് LDF ജനക്ഷേമ പ്രവർത്തനങ്ങൾ വളരെയധികം നടത്തിയിട്ടുണ്ട്. ഇപ്പോൾ സ്വാഭാവികമായിട്ടും ഒരു റീതിങ്കിങ് ഉണ്ടാവും എന്നൊക്കെ പറയുന്നുണ്ട്. അല്ല, അദ്ദേഹത്തിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് മറിച്ച് വന്നിട്ടുണ്ട്. കാരണം അദ്ദേഹത്തിന് ഒരു കേസ് എടുത്തത് വളരെ അപലപനീയമാണെന്നും ഈ ഗവൺമെൻറ് ചെയ്യുന്നതൊന്നും ശരിയല്ലെന്നും ഈ ഗവൺമെൻറ് അന്യായമായ കേസ് എടുക്കുകയാണെന്നും ദ്രോഹിക്കാനുള്ള സ്റ്റേറ്റ്മെൻറ്റും മറുഭാഗത്തുണ്ട്. അത് അയാളുടെ വ്യക്തമാക്കേണ്ടത്. അതൊന്നും സമസ്തയുടെ ഒരു നിലപാടായിട്ട് വരില്ല. അത് സമസ്ത നിലപാട് സമസ്തയല്ലേ പറയാം. മുഷാവറയാണ് പറയുക, ജിഫ്രി തങ്ങളാണ് പറയുക, പാണക്കാട് തങ്ങന്മാരാണ് പറയുക. അതൊന്നും ഒരു വേഷൻ്റെ കാര്യമല്ല.
ഈ മലപ്പുറം ലോക്സഭാ മണ്ഡലത്തെ സംബന്ധിച്ച് 2004 അങ്ങ് മത്സരിച്ച സമയത്ത് ഒരു പ്രതികൂല സാഹചര്യം ഉണ്ടായിരുന്നു. ഹംസ വിജയിച്ചൊരു സാഹചര്യമൊക്കെ ഉണ്ടായിരുന്നു. അന്ന് ഈ സമുദായ സംഘടനകൾ ചില രീതിയിലുള്ള പ്രതികൂല സാഹചര്യം ഉണ്ടാക്കാൻ കാരണം സമുദായ സംഘടനകളുടെ ചില താല്പര്യങ്ങളായിരുന്നു എന്നൊക്കെ ഉണ്ട്. ഇപ്പോൾ അങ്ങനെയൊക്കെ ഒരു സാഹചര്യം ഉണ്ടോ? അന്നത്തെ സാഹചര്യം അതല്ല. അന്ന് ഇത് കേരളത്തിൽ ആകെ ഒരൊറ്റ സീറ്റേ ജയിച്ചിട്ടുള്ളൂ, ഒരൊറ്റാൾ ജയിച്ചുള്ളൂ. അന്നത്തെ രാഷ്ട്രീയ സാഹചര്യം വളരെ പ്രതികൂലമായിരുന്നു എല്ലാം കൊണ്ടും. ലീഗിന് മാത്രമല്ല, UDFനും എല്ലാ കക്ഷികൾക്കും ഭയങ്കരമായിട്ടുള്ള വിഷമുണ്ടാക്കുന്ന പ്രതിസന്ധി കാലമാണ്. അതുകൊണ്ട് അന്ന് ഈ അമ്മ സാഹിബ് മാത്രമാണ് കേരളത്തിൽ ജയിച്ചത്. അതുകൊണ്ട് അന്നത്തെ സാഹചര്യം പറയണേ, ഇന്നത്തെ സാഹചര്യം പറയണം. അതൊന്നും മലപ്പുറത്ത് ഒരിക്കലും ഇനി ആവർത്തിക്കില്ല. അങ്ങനത്തെ സംഗതി വരുന്നേ ഇല്ല. അവസാനമായി പൗരത്വ ഭേദഗതി വിഷയമാണ് ഇപ്പോൾ തെരഞ്ഞെടുപ്പിൽ പ്രധാനപ്പെട്ട പ്രചാരണ വിഷയമാക്കി മിക്ക മുന്നണികളും നടന്നത്. മുസ്ലിം ലീഗ് എങ്ങനെയാണ് ഈ വിഷയത്തെ ഇനി മുന്നോട്ട് കൊണ്ടുപോകാൻ തെരഞ്ഞെടുപ്പിൽ ഉദ്ദേശിക്കുന്നത്? അല്ല, ഞങ്ങൾക്ക് ഇതിൽ ആത്മാർത്ഥമായ നിലപാടുണ്ട്. ആദ്യമായി ഈ പാർലമെൻ്റ് സംഗതി വന്ന അന്ന് തന്നെ കോടതിയിൽ പോയിട്ട് കപിൽ സിബൽ അടക്കമുള്ള നേതാക്കന്മാരെ വക്കീലന്മാരുമായി സംസാരിച്ച് അന്ന് തന്നെ കേസ് കൊടുത്ത പാർട്ടിയാണ് മുസ്ലിം ലീഗ് പാർട്ടി. സുപ്രീം കോടതി വന്ന കേസിൽ ജഡ്ജിന് പറഞ്ഞത് ഈ മെയിൻ അപേക്ഷ നമ്മളതാണ്, അതിലെല്ലാവരും കക്ഷി ചേർന്ന് ഒന്നിച്ച് അഫിഡവിറ്റ് തരണം എന്നാണ് പറഞ്ഞത്. അപ്പം നമ്മളിതിൽ ആത്മാർത്ഥമായ നിലപാടാണ്. ഞങ്ങൾക്ക് രാഷ്ട്രീയമായ നിലപാടോടെ നമ്മൾ നോക്കുന്നില്ല. നമ്മളിൽ ആത്മാർത്ഥമായ നിലപാടാണ് ആ രീതിയിലുള്ളത്. CA എന്ന് പറയുന്നത് തിരഞ്ഞെടുപ്പിന് വോട്ട് കിട്ടേണ്ട സംഗതിയല്ല. CA എന്ന് പറയുന്നത് ഇവിടെ ഓരോ വിഭാഗത്തിനെയും പൗരന്മാരുടെയും നിലനിൽപ്പിൻ്റെ പ്രശ്നമാണ്. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ആസാമിൽ പരിശോധിക്കുക, ആസാമിൽ ലക്ഷക്കണക്കിന് ആളുകൾ ഇപ്പോഴും ഡീറ്റൻഷൻ ക്യാമ്പിൽ കിടക്കുകയാണ്, നരകയാതന അനുഭവിക്കുകയാണ് പൗരത്വം തെളിയിക്കാത്തതുകൊണ്ട്. ഇനി ഇന്ത്യയിൽ വരാൻ പോവുകയാണ്. ആ ഒരു അപകടങ്ങളാണ് ഞങ്ങൾ കാണുന്നത്. ഇക്കാര്യത്തിൽ മുസ്ലിം ലീഗ് വളരെ കൃത്യമായ നിലപാട് സ്വീകരിക്കുന്നുണ്ട്, കേസുമായി മുന്നോട്ട് പോകുന്നുണ്ട്. ഒരു ഭാഗത്ത് കോൺഗ്രസിന് ഈ ഒരു വിഷയത്തിൽ നിലപാടില്ല എന്നൊരു വിമർശനമുണ്ട്. കാരണം ദേശീയ പ്രസിഡന്റിനോട് തന്നെ ഇക്കാര്യം മാധ്യമപ്രവർത്തകർ ചോദിക്കും, അദ്ദേഹം കൃത്യമായൊരു മറുപടി നൽകുന്നില്ല. മുസ്ലിം ലീഗിനെ സംബന്ധിച്ച് കോൺഗ്രസിന് ഈ ഒരു വിഷയത്തിൽ കൃത്യമായൊരു നിലപാടില്ലാത്തത് അതിലൊരു ആശങ്കയുണ്ടോ? പാർലമെൻറ്റ് വന്നപ്പോൾ എല്ലാ കോൺഗ്രസ് അടക്കമുള്ള എല്ലാവരും ഒന്നിച്ചെടുത്താണ്. എന്ന് മാത്രമല്ല, നിങ്ങൾ ആലോചിക്കേണ്ട കാര്യം, 11 മണിക്ക് പാർലമെൻറ്റ് തുടങ്ങുമ്പോഴാണ് അജണ്ട കൊടുക്കുന്നത്. ഒരു പാർട്ടിക്കും നിലപാട് പറയാൻ പറ്റില്ല, അത്രയും പെട്ടെന്ന് ഒന്നാണ്. എന്നാലും എല്ലാ പാർട്ടികളും അതിന് അടിസ്ഥാനപരമായി തെറ്റാണെന്നും അത് ശരിയല്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇത് CPM രാഷ്ട്രീയ പ്രചരണത്തിന് ഉപയോഗിക്കുകയാണ്. വാസ്തവം നിങ്ങൾ ഇത് സംബന്ധിച്ചുള്ള പൗരത്വ കേസുകളൊക്കെ നിൽക്കുകയാണ്. ഇപ്പോൾ നടത്തിയിട്ടുള്ള കേസ് എടുത്തിട്ടുണ്ട്. പൗരത്വം എന്നുണ്ടെങ്കിൽ ഗതാഗതം തടസ്സപ്പെടുത്തിയതിന് കേസ് പിൻവലിക്കൂല നിലപാട്. എങ്കിലും ഈ തെരഞ്ഞെടുപ്പിലൊരു പ്രധാനപ്പെട്ട പ്രചാരണ വിഷയമാകുമ്പോൾ ഇപ്പോൾ CPM സംബന്ധിച്ച് മുഖ്യമന്ത്രി തന്നെ പങ്കെടുക്കുന്ന പരിപാടിയൊക്കെ മലപ്പുറത്തും കോഴിക്കോടൊക്കെ വരാൻ പോകുന്നുണ്ട്. അപ്പോൾ കോൺഗ്രസ് ഇതിൽ ഒരു പടി പിറകോട്ടാണെന്നുള്ളൊരു വിമർശനമുണ്ട്. അത്തരമൊരു അഭിപ്രായം മുസ്ലിം ലീഗിനുണ്ടോ? CPM കാര്യം അതല്ല. CPM ഇപ്പോൾ ഈ വെറ്ററിനറി യൂണിവേഴ്സിറ്റി അടക്കം ഇന്ത്യയിലെ ക്യാമ്പസ് പഴയും അടിമുറിയാക്കി മാറ്റി അക്രമങ്ങൾ നടത്തി ദ്രോഹിക്കുന്ന ഈ നിലപാടുണ്ടല്ലോ, അത് വളരെ ചർച്ച വന്ന ഘട്ടത്തിലാണ് അവർ CA എടുത്തത്. അത് മറച്ചു വെക്കാനാണ്. അവിടെ അക്രമ രാഷ്ട്രീയത്തെയും കൊലപാതക രാഷ്ട്രീയത്തെയും മറച്ചു വെക്കാൻ വേണ്ടിയാണ് ഇപ്പോൾ അവർ CA ഇറങ്ങിയിട്ടുള്ളത്. അതാണ് അവർക്ക് ആവശ്യം, അല്ലാതെ മറ്റു കാര്യമല്ല. CA എന്നുള്ള കാര്യത്തിലുള്ള യോജിപ്പോ അല്ല. അവർക്ക് അവരുടെ രാഷ്ട്രീയ കാര്യങ്ങൾക്ക് കൊലപാതക രാഷ്ട്രീയം ജനങ്ങളെ ബാധിക്കുന്ന അതിപ്രധാനമായ പ്രശ്നത്തൊന്നും ശ്രദ്ധ തിരിക്കാൻ വേണ്ടിയാണ് അവർ CA എടുക്കുന്നത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. സ്വാഭാവികമായിട്ടും മുസ്ലിം ലീഗിൻ്റെ ഇടപെടൽ തന്നെയാണ് ആളുകളൊക്കെ തന്നെ മനസ്സിലാക്കുക. തെരഞ്ഞെടുപ്പിൽ ആ രീതിയിൽ തന്നെ അത് പ്രതിഫലിക്കും അല്ലേ? CPM ഒരു അവസരവാദ രാഷ്ട്രീയമായിട്ടാണ് പറയുന്നത് ആ വിഷയത്തിൽ. തീർച്ചയായിട്ടും. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൽ CA ഇപ്പോൾ ഏറ്റെടുക്കുന്നതുകൊണ്ടാണ് കേരളത്തിലെ ഈ ഗവൺമെൻറ് ചെയ്തികളെ മറച്ചു വെക്കാനാണ്, ദുഷ്ചെയ്തികളെ മറച്ചു വെക്കാനാണ്. വളരെ ഗൗരവമാണ് നമ്മുടെ ക്യാമ്പസുകൾ ഇപ്പോൾ നടക്കുന്നത്. ക്യാമ്പസുകളിൽ SFIയിൽ അവർക്ക് പ്രവർത്തിക്കാൻ പറ്റില്ല. അവരടിച്ചമർത്തുകയാണ്, അവരാക്രമിക്കുകയാണ്, അതിന് കൂട്ടുനിൽക്കുകയാണ് പല സ്ഥാപനങ്ങളിലെ മേധാവികൾ. അപ്പോൾ അത് മറച്ചു വെക്കാൻ വേണ്ടിയാണ് ഇവർ ചെയ്യുന്നത്. അതാണ് മനസ്സിലാക്കുന്ന പ്രധാനപ്പെട്ട കാര്യം. ഏറ്റവും അവസാനമായി 2 മണ്ഡലങ്ങളും ലോക്സഭാ മണ്ഡലങ്ങളും മുസ്ലിം ലീഗ് മത്സരിക്കുന്ന മുസ്ലിം ലീഗിൻ്റെ പൊന്നാപുരം കോട്ടകളായിട്ടാണ് മുസ്ലിം ലീഗ് തന്നെ അവകാശപ്പെടുന്നത്. എത്ര ഭൂരിപക്ഷം, എത്ര വോട്ട് ലഭിക്കുമെന്നാണ് ഒരു പ്രതീക്ഷ? അതങ്ങനെ പ്രവചിക്കാൻ പാടില്ല. കാരണം പ്രവചിക്കാം, ഒരു ഇലക്ഷൻ ട്രെൻഡാവണം. ഇപ്പോൾ ഇത്തവണ നോമ്പും കൂടി ആയതുകൊണ്ട് സാവധാനമായിട്ടുള്ള പ്രവർത്തനമാണ്. ഇപ്പം നമ്മൾ വല്ല സർവേ നടത്തുന്നത് അതൊക്കെ അപ്രായോഗികമാണ്, അതൊന്നും ശരിയാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം ഇലക്ഷൻ്റെ ഒരു ട്രെൻഡ് വന്നു കഴിഞ്ഞാലേ നമുക്ക് വിലയിരുത്താൻ പറ്റുള്ളൂ. പക്ഷേ നമുക്കിവിടെ ശുഭപ്രതീക്ഷയുള്ള മണ്ഡലമാണ്. അതുകൊണ്ട് നമുക്ക് അതിനെപ്പറ്റി ഒരു പരാജയ പേരി ഇല്ല എന്നുള്ളതാണ് ഇതിൻ്റെ കാര്യം. തീർച്ചയായും അത് തന്നെയാണ്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ആ നിലയിലുള്ള ഒരു ശുഭാപ്തി വിശ്വാസം തന്നെയാണ് മുസ്ലിം ലീഗ് വെച്ച് പുലർത്തുന്നത്. KPA മജീദാണ് ഈ ഒരു ഘട്ടത്തിൽ റിപ്പോർട്ടർ TVയോട് പ്രതികരിച്ചിരിക്കുന്നത്. വീഡിയോ ജേർണലിസ്റ്റ് വിജിത്തൂർ കടവിനൊപ്പം റിപ്പോർട്ടർ മുബഷിർ P. അക്ബർ, ഇൻ റിപ്പോർട്ടർ, തിരൂർ.